ഹലോ, ഇന്നൊരു യാത്രാവിശേഷമായാലോ? ഇതൊരു ഫാമിലി യാത്രയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് മുത്തപ്പൻകാവിലേക്കാണ്. അമ്മ വന്ന സമയത്ത് ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടാപ്പി ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 10:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ മുത്തപ്പൻകാവ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ വെള്ളാട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ദേ ഇവിടുന്ന് യാത്ര തിരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് കുട്ടാപ്പിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ കയറി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അമ്മയും അനിയത്തിയും കുട്ടാപ്പിച്ചേട്ടനും അവർ ചിക്കുമായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ചെറിയ ഗ്ലാസ്സിൽ വരുന്നത്, വലിയ ഗ്ലാസ്സിലല്ല, ചെറിയ ഗ്ലാസ്സിൽ വരുന്നത്. ഞാനും ചായയും ഏട്ടനും ഒരു സർബത്തുമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പഴംപൊരിയും സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആവാനായപ്പോൾ ഒരു കടയിലൊക്കെ നിർത്തി അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ആദ്യം ചെന്ന കടയിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല. രണ്ടാമത് ചെന്ന കടയിലാണ് കേട്ടോ ഫുഡ് കിട്ടിയത്. ഫുഡ് കഴിച്ച കടേൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സൈലബാൻ്റെ വേറൊരു ഷോപ്പ്, സൈലബാനല്ല വേറൊരു ഷോപ്പ്, അവിടുന്ന് ഞങ്ങൾ നമ്മൾ ഈ ചോക്ലേറ്റ് പിസ്താഷ്യോ കുനാഫയില്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ പറശ്ശിനിക്കടവൊക്കെ എത്താനായപ്പോൾ നമ്മൾ അവിടെ ഒരു സ്നേക്ക് പാർക്കില്ലേ അതിൻ്റെയൊക്കെ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒതുക്കി നമ്മളെല്ലാവരും അത് കഴിച്ചു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഇത്രയും നല്ലോണം മഴ കിട്ടുന്നത്. അങ്ങനെ അതെ നമ്മൾ വണ്ടിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ഈ മടപ്പുര വഴിയല്ല കേട്ടോ പോയത്. പിന്നെ താഴെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് പോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. കുറച്ചധികം നേരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വന്നു മഴ കാരണം. പിന്നെ മഴയൊന്ന് തോർന്നപ്പോൾ നമ്മളത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ അവിടുന്ന് കാലൊക്കെ കഴുകി അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ രാത്രിയാണല്ലോ വെള്ളാട്ട്. അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും എടുക്കരുത് എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല അടിപൊളി മന്തിയായിരുന്നു. നല്ല ആംബിയൻസും ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ യാത്രാവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.